സംസ്ഥാനത്തെ 2 സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും കഴിയാതെ വന്നതോടെ ഇരുപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ വന്ന സുപ്രീം കോടതി വിധി ഇരുപക്ഷത്തിനും കനത്ത തിരിച്ചടി. VC നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാനത്തെ സർവകലാശാലകളിലേറെയും സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത സ്ഥിതിയായിട്ട് നാളുകളേറെയായി. വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലായതിനു പിന്നാലെയാണ് വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. വിഷയം പരിഗണിച്ച സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച നടത്തി സമവായത്തിലെത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ ലിസ്റ്റിൽ ഡോക്ടർ സജീവ് ഗോപിനാഥിന്റെയും ഡോക്ടർ C സതീഷ് കുമാറിന്റെയും പേരുകളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ലിസ്റ്റ് മെറിറ്റ് മാനദണ്ഡം പാലിച്ചുകൊണ്ടതല്ല എന്ന നിലപാടിലായിരുന്നു ഗവർണർ രാജേന്ദ്ര അലേർക്കറിനെ സ്വീകരിച്ചത്. സാങ്കേതിക സർവകലാശാല മുൻ VC ഡോക്ടർ സിസാർ തോമസ്, പ്രൊഫസർ പ്രിയാസ് ചന്ദ്രൻ എന്നിവരെ VCമാരായി 2 സർവകലാശാലകളിൽ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇതോടെയാണ് വീണ്ടും കോടതി ഇടപെടൽ ഉണ്ടായത്. 2 സർവകലാശാലകളിലേക്കും ഓരോ പേര് ഉൾപ്പെടുത്തി മുദ്രവെച്ച കവർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ റിട്ട ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സമിതിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ തീരുമാനം കൈക്കൊള്ളും. ഇന്നലെ ഉണ്ടായ കോടതി വിധി ഒരേപോലെ സർക്കാരിനും ഗവർണർക്കും പ്രഹരമാണുണ്ടായത്. വൈസ് ചാൻസലർമാരുടെ നിയമനാധികാരി നിലവിലെ ചട്ടപ്രകാരം ഗവർണറാണ്. എന്നാൽ കോടതി വിധിയോടെ ആ അധികാരം എങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമെന്ന ചോദ്യമുയരുന്നു. മുൻപ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ MS രാജശ്രീക്കും VC സ്ഥാനം നഷ്ടമായത് അവരെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ചീഫ് സെക്രട്ടറി അംഗമായി എന്നതിലാണ്. സുപ്രീം കോടതി വിധിയെ സർക്കാർ സ്വാഗതം ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ ലിസ്റ്റിൽ നിന്നുള്ളവരല്ല എന്ന് സുപ്രീം കോടതി നിയമിക്കുന്നതെങ്കിൽ സർക്കാരിന് അത് തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടും. അതേപോലെ ഗവർണർ സത്യവാങ്മൂലത്തിൽ നൽകിയ പേരുകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ UGC ചട്ടമനുസരിച്ച് വൈസ് ചാൻസലർ നിയമനാധികാരി കൂടിയായ ഗവർണർക്കും അത് കനത്ത പ്രഹരമായിരിക്കും.